കാവൽമാലാഖയോട് പ്രാർത്ഥിക്കണം. വചനം ഇങ്ങനെയാ പറയുക. അതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 5-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. പത്രോസ്ലിഹായെ കാരാഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ആര്? ദൂതൻ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് നമ്മളിങ്ങനെ കാണുന്നുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഈ പത്രോസ്ലിഹായാണെന്ന് വിചാരിക്കുന്നുണ്ട് ആരോ, ദൂതനെ കണ്ടിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. ഇത് പത്രോസ് ആണെന്ന് ചിന്തിക്കുകയാണ് മാലാഖയെ കണ്ടിട്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ കാവൽ മാലാഖ ആരെ പോലെ ഇരിക്കും? നമ്മളെ പോലെ ഇരിക്കും. അയ്യോ, എന്തൊരവസ്ഥയായിരിക്കും ആ കാവൽ മാലാഖ എന്നുവെച്ചാൽ അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് നമ്മുടെ കാവൽ മാലാഖ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറയുന്ന ഒരു വചനം നിങ്ങൾ ഓർത്തേ, ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. കാരണം എന്താണ്? അവർക്ക് വേണ്ടി അവരുടെ ദൂതന്മാർ പിതാവിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ നമ്മളെ ആര് നോട്ടമിടും? അവരുടെ കാവൽ മാലാഖ നോട്ടമിടും. ദാനിയേൽ പ്രവാചന പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇപ്പോ ആ പേർഷ്യയുടെ ദൂതൻ നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നു, നിനക്ക് വേണ്ടി നിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കുകയാണെന്ന് മാലാഖ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ദൂതനെ കർത്താവ് നമുക്ക് സഹായത്തിന് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോ